നമസ്കാരം. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നതിനോടു കൂടി തന്നെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന ചില നക്ഷത്ര ജാതകരുണ്ട്. ഈ രാശി മാറ്റം ചില നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തെളിയുന്ന സമയമാണ്. ശനിയുടെ മാറ്റം മൂലം ഗുണകരമായിട്ട് മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും വിശദീകരിക്കുന്നത്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കും ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമയം തെളിയുന്ന സാഹചര്യങ്ങളാണ് ഈ രാശി മാറ്റത്തോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. അതായത് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് ഇവർക്ക് നല്ല സമയം തെളിയുന്നതാണ്. ചില നക്ഷത്ര ജാതകർക്ക് കണ്ടകശനി മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകുവാൻ ഈ ശനിയുടെ രാശി മാറ്റം കൊണ്ട് കഴിയുന്നതായിരിക്കും. ഇതൊരു ഞെട്ടിക്കുന്ന പ്രവചനമാണ്. ഈ നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. മണിക്കൂറുകൾ കൊണ്ട് ലക്ഷ്യങ്ങൾ കയ്യിലേക്ക് വന്നു ചേരുവാനുള്ള അവസരങ്ങളും ഭാഗ്യങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് കാണപ്പെടുന്നത്. ദൈവാനുഗ്രഹത്താൽ വളരെയധികം നേട്ടങ്ങളും വിജയങ്ങളും ഇവർക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാകുന്നതായിരിക്കും. എന്തു തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ വൃശ്ചികം രാശിയിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. പൊതുവായി ഇവർക്ക് നല്ല സമയമാണ് തെളിയുന്നത്. ഈ രാശിക്കാർക്ക് കണ്ടകശനി അവസാനിക്കുന്നു. ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കുടുംബത്തിൽ സമാധാനവും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനങ്ങളും ലഭിക്കുന്ന സമയമാണ്. അതായത് നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇനി അങ്ങോട്ട് സാമ്പത്തിക ഉയർച്ചയും ധനലാഭങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യ സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളാണ് ഈ കാലയളവിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്കുണ്ടാകുന്നത്. അതായത് നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടം. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സർവ്വ ഐശ്വര്യം കൊണ്ടുവരുവാനും കാരണമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. നല്ല ജോലി, ഗൃഹനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതികൾ ലഭിക്കുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വളരെ അനുകൂലമായിട്ട് വരികയും എല്ലാവിധമായ ഉയർച്ചകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ സഞ്ചരിക്കുവാൻ പോകുന്നത്. വളരെയേറെ ഭാഗ്യ ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. എല്ലാവിധമായ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഈ സമയങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും. കഴിഞ്ഞുപോയ സമയങ്ങളിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമതകളും എല്ലാം മാറി നിങ്ങൾക്കിനി കുടുംബ സമാധാനത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി വരുത്തുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് മകരം രാശിയിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരാണ്. ഈ രാശിക്കാർക്ക് 7 ശനി അവസാനിച്ചു. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ച് കിട്ടുന്ന സമയമാണ്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വിവാഹ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരായിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഒത്തിരി ഉണ്ടാകുന്ന സമയമാണ്. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ ശനിദേവ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കാക്കകൾക്ക് ഭക്ഷണം സമർപ്പിക്കുക, പ്രാർത്ഥിച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അകന്നു കിട്ടുന്നതായിരിക്കും. എന്ത് തന്നെയായാലും പൊതുവേ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ഉയർച്ചയും ഉന്നതികളും ഈ സമയം നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യങ്ങളാണ് മകരം രാശിയിൽ ജനിച്ചിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നത്. അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കുംഭം രാശിയിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ശനി മാറി 7 ശനി തുടരുന്ന സമയമാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ തൃപ്തികരമായിട്ട് പോകുന്ന സമയങ്ങളാണ്. ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. എന്നിരുന്നാലും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ചില സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന സമയമാണ്. സാമ്പത്തിക പിരിമുറുക്കങ്ങളും വിഷമങ്ങളും ഈ കുംഭം രാശിയിൽ ജനിച്ചിട്ടുള്ള
അവിട്ടം, ചതയം, പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് മോചനങ്ങളുണ്ടാകുന്നതായിരിക്കും. വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ഈ നക്ഷത്ര ജാതകർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാവിധമായ സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങൾക്ക് അകന്നു കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. ശനിയുടെ ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചകളും കാര്യവിജയങ്ങളും കൊണ്ടുവരുവാനും കാരണമാകുന്നതായിരിക്കും. എല്ലാവിധമായ പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ആ പ്രതിസന്ധിയിൽ നിന്നും മോചനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്ത് തന്നെയായാലും ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉന്നതികളും നിങ്ങൾക്കുണ്ടാകുന്ന ഈ കാലഘട്ടം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 3 രാശിക്കാർക്കും ജീവിതത്തിൽ ശനിയുടെ രാശി മാറ്റം കൊണ്ട് വളരെയധികം മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിച്ച് വാഴുവാനുള്ള സമയവും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, കുടുംബത്ത് വഴിപാടുകളൊക്കെ നടത്തുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഈശ്വര കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു തുടക്കത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ആ കുടുംബത്തിലും ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കുകയും സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. ആ കുടുംബത്തേക്ക് വന്നു കയറുന്ന ഒരു വ്യക്തിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം ഫീൽ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ കുടുംബത്തിലേക്ക് മഹാലക്ഷ്മി കടന്നു വരികയും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളും നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്നതായിരിക്കും. ഇല്ലാത്ത പക്ഷം ഈ ക്ഷേത്രങ്ങൾ പോകാത്ത വീടുകൾ, അല്ലെങ്കിൽ ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത വീടുകളിൽ ഒരുതരം നെഗറ്റീവ് എനർജി അവിടെ തങ്ങി നിൽക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കലഹങ്ങൾ പതിവായി ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള ഐക്യതയില്ലായ്മയൊക്കെ കുടുംബത്തിൽ ഉണ്ടായി വരുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ്. നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബത്ത് സർവ്വ ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും കുടുംബ സമാധാനങ്ങളും ലഭിക്കണമെങ്കിൽ നാം തന്നെ വിചാരിക്കണം. അതേ നമ്മൾ ചെയ്യേണ്ടത് ഈശ്വര വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും ഈശ്വര ഭക്തിയോടു കൂടി മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതുമാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ മക്കളെ തുടക്ക സമയം തൊട്ട് നിങ്ങൾ ചെറുപ്രായത്തിൽ തൊട്ട് തന്നെ ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. മക്കളെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മക്കളെ കൊണ്ട് നമ്മുടെ വീടുകളിൽ വിളക്ക് തെളിയിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടുത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ കുടുംബത്ത് മക്കളും ഈശ്വര വിശ്വാസത്തോടു കൂടി വളർന്നു വരുന്നതായിരിക്കും. അങ്ങനെ വരുന്നൊരു കുടുംബത്ത് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും ജീവിത വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. മക്കളെ അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുവാൻ മാതാപിതാക്കളായ ഓരോ വ്യക്തികളും ഏറ്റെടുക്കേണ്ട ധർമ്മമാണ്. ആ ധർമ്മത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ കുടുംബത്തും ആ മക്കൾക്കും ഈശ്വര ചൈതന്യങ്ങൾ ലഭിച്ച് ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും.